നിങ്ങളുടെ ആദ്യത്തെ ഒരു സൗഹൃദം ഉടലെടുക്കുന്ന ഒരു എങ്ങനെ അതിനുമ്പ് ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നീ എന്ത് ഡ്രാക്കുളയോ ബ്ലഡ് കുടിക്കുക? ഇതൊക്കെ കുടിച്ച് ബാക്കി വെച്ചേക്കണതാ. കുടിച്ചതിന്റെ ബില്ലാണ് പ്രശ്നമായത്. നിങ്ങളെ കണ്ടുമുട്ടിയ ഒരു കഥ. ദിലീപേട്ടനെ ആദർശിക്കാൻ നമ്മളെ സൗഹൃദം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? കണ്ടുമുട്ടിയത് ഞാൻ ആലപ്പുഴ നീന്തിപ്പെട്ടാണ് ഇവനെ കാണാൻ പോയത്. പരിചയപ്പെട്ട വെള്ളമായിരുന്നു, അന്ന് വള്ളം ഉണ്ടായിരുന്നില്ല. വഞ്ചി ബോട്ട് ആന്നേ, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കൊച്ചിൻ ഓസ്കാറിന്റെ പരിപാടി കാണാൻ വേണ്ടിട്ട് ഈ നാദർശനും ജോർജിനും ഹരിശ്രീ രമേശിനൊക്കെ കാണാൻ വേണ്ടി ഇല്ല. ഞാൻ ആരെങ്കിലും നമ്മൾ കാണാൻ പോണെങ്കിൽ വെള്ളം നീന്തി വേണം പോകാൻ, എന്നാലേ രക്ഷപ്പെടൂ. നമ്മളൊക്കെ ജാട എന്തായിരുന്നു വലിയ ചിരി അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ പുഴ നീന്തി. എൻ്റെ ലൈഫ് കളഞ്ഞിട്ടുള്ള കളിയായിരുന്നു. ഒരു തിരിച്ചറിവുണ്ടല്ലോ എന്തിനു നീന്തി എന്നാലോചിച്ചു. അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് വേറൊരു സന്തോഷം തോന്നിയത്, പിന്നെ നമ്മൾ അമേരിക്കയിൽ ഞങ്ങൾ ഒരുമിച്ച്, അതായത് ദിലീപ് സ്റ്റാറായിട്ടില്ല, അന്ന് ജയറാമേട്ടൻ സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്ത് മിമിക്രിക്കാരായിട്ട് ഞങ്ങൾ രണ്ട് മിമിക്രിക്കാർ ഷോയിൽ പോയതാ. ഞാൻ അവിടെ ചെന്ന് മുങ്ങാൻ തീരുമാനിച്ചു അമേരിക്കയിൽ. കാരണം നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് അവിടെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു അവിടെ റെഡിയാക്കി. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ജനങ്ങൾക്ക് ഭാഗ്യമില്ലാതായി പോയല്ലേ. വളർത്തട എന്റെ മൂഡ് മുഴുവൻ പോയി. നീ നേരത്തെ പറഞ്ഞില്ലേ മീരൊക്കെ ഏതോ പടത്തിൽ പാട്ട് പാടാൻ അവസരം കൊടുക്കുന്നൊക്കെ? ഞാൻ നിന്നോട് മാറ്റി പറഞ്ഞല്ലേ, ഇപ്പൊ ഞാൻ പരസ്യമായിട്ട് മാറ്റി പറയാറ്. മുങ്ങാൻ പോയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് സൈൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നമ്മളെല്ലാം സെറ്റപ്പായി. ഞാനും ഇവനോട് അവിടെ മുങ്ങാം ഇന്ന് തീരുമാനിച്ച് മറ്റവരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിട്ടേക്കാന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നി, ഇല്ല നമുക്ക് ഒരു വർഷം കൂടി ഇന്ത്യയിൽ ചിലവഴിക്കാം, എന്നിട്ട് ഗതി പിടിച്ചില്ല ഈ വരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ മുക്കാൻ നിൽക്കുന്ന ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഇവിടുന്ന് മുങ്ങാണ് ഇപ്പോൾ, ഇന്ത്യയിലേക്ക് വേണം, ഒരു വർഷം കഴിഞ്ഞ ആൾ വരും. പക്ഷെ ആ ഒരു വർഷത്തിനകം ഇവ ഈ മീര പറഞ്ഞ പോലെ ഇവിടുത്തെ ആൾക്കാരുടെ ഭാഗ്യം അങ്ങോട്ട് അവർക്ക് ഭാഗ്യം ഉണ്ടായി. കേരളത്തിനൊരു സൂപ്പർ സ്റ്റാർ, കേരളത്തിനൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. നല്ല പല പാരഡി കേൾക്കാനും നല്ല നല്ല കഥാപാത്രങ്ങളെ കാണാനും ഒക്കെ അല്ലേ. ഇതൊരു താരരാജാവ്, ഇതൊരു താരരാജാവ് എന്ന് പറഞ്ഞേ പാരഡി ഏതാണ്? പാരരാജാവ് നമ്മൾ വിളിക്കണതാണ് പാസു. മീര താരറാണിയാണ്. എന്താ സകല വല്ലവനാണ്. എല്ലാ മേഖലയിലും കൈയിട്ട് വരാറുള്ള നിങ്ങൾ ഈ സാഗറിലൊക്കെ കളിക്കാൻ നേരത്ത് ഞങ്ങളവിടെ ബോട്ടിൽ ലാസ്റ്റ് ബോട്ട് കഴിഞ്ഞ് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും, ഓടി ചെല്ലാൻ നേരത്ത് ബോട്ട് വിട്ടുപോകും. നിങ്ങൾ ഓണ പ്രോഗ്രാമൊക്കെ എന്നിട്ട് ഞങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കണത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വരും. ഭയങ്കര ആകാംക്ഷയോടുകൂടി വന്ന് നോക്കുമ്പോൾ നിങ്ങൾ സരിത്ര ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ട് തട്ടുകടയിൽ ഇടിയപ്പോൾ ഒക്കെ കഴിച്ചിരിക്കാൻ നേരത്തെ ഇങ്ങനെ എന്തൊക്കെയാണ് ദിലീപേട്ടൻ എന്താ കഴിക്കണത്, ആഷിക്ക് എന്താ കഴിക്കണത്, ഷിയാസിക്ക് എന്താ കഴിക്കണത് എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ട് വെള്ളം ഇറക്കിയിട്ട്. അപ്പൊ നിനക്ക് അമ്മ എന്തെങ്കിലും കഴിക്കണത് മേടിച്ച് കഴിച്ചിട്ടും ആര് കഴിക്കണത് മേടിച്ച് കഴിച്ചിട്ടും ധർമ്മം മാത്രം വളർന്നില്ല. പേരിൽ വന്നു ധർമ്മൻ. എന്നുള്ളത് കളഞ്ഞവൻ വലുതായപ്പോ കാരൻ കളഞ്ഞു, ധർമ്മക്കാരൻ. അയ്യോ, അതിന് ഭയങ്കര സമയം വന്നിട്ടുണ്ട്. എടാ ഇവന് ഹിന്ദിയിൽ പേരിടല്ലേ, ധർമ്മൻ കെ എ റാൻ എന്നൊക്കെ പാകിസ്ഥാനിൽ പോയിട്ട് വരും. എന്നൊക്കെ പറഞ്ഞ ധർമ്മൻ കെ ധർമ്മജൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ അഭിനയിക്കുന്ന ഒരാളല്ലേ. പിഷാരടിയും ധർമ്മജൻ അല്ലേ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ധർമ്മജൻ കാണുമല്ലോ ധർമ്മജൻ പിഷാരടിയുടെ അടുത്ത് ദിലീപേ, ധർമ്മജൻ പിഷാരടിയുടെ അടുത്ത് അമേരിക്കയിൽ വെച്ചിട്ട് സ്ഥലം പറഞ്ഞു കൊടുത്തറിയാമല്ലേ നീ? പിഷാരടി ധർമ്മ എവിടെ നിൽക്കണത്? എടാ ഞാൻ വലിയ നാടടിയിൽ പെട്ടറാ, വലിയ നാടടിയിൽ മറ്റേ മാക്ഡൊണാൾഡിന്റെ ഇതില്ലേ എമ്മില്ലേ, ആ വലിയ മഞ്ഞ ഇപ്പൊ ഇല്ല, വേൾഡ് ട്രേഡ് സെന്റർ അതിന്റെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് മലന്നടിച്ച് വീണവനവൻ അമേരിക്കയിൽ ഞങ്ങൾ വിട്ട് ഇതിങ്ങനെ നോക്കി ശപിച്ചു വരും. ഇത് നശിച്ചു പോട്ടെ. ഇത് എനിക്കോട് ആ പ്രാക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഏറ്റു. അയ്യോ പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ ഇവനെ.
അയ്യോ ശ്രദ്ധിക്കണം ഒന്നും നാക്കല്ലേ പക്ഷെ ഇക്ക തൊട്ട പൊന്ന അതൊക്കെ പറയണം പൊന്ന പൊന്ന ഇല്ലേക്ക അല്ല ധർമ്മജൻ ചേട്ടനെ പൊന്നേന്നൊക്കെ പറഞ്ഞാൽ തുടര തൊട്ട് കഴിഞ്ഞ് മുന്നാവുന്നറിയില്ല